നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചെറിയുള്ളി ഉപ്പിലിട്ടത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പം പറഞ്ഞു. നമ്മളെ പറമ്പിൽ പോയിട്ട് നല്ല എരിവുള്ള എന്തുണ്ടാവും, ചെറിയ ചീനമുളക്, ചീനാപ്പുറങ്കോൾ എന്ന് പറയാം നമ്മളെ നാട്ടിൽ, അതെടുക്കുക കുറച്ച്. അതിന് ശേഷം കുറച്ച് ചീരുള്ളി തൊലിക്കുക, അത് ഉമ്മാനെ ഏൽപ്പിച്ചാൽ മതി. ഞാൻ 2 കിലോ എടുത്തിട്ടുണ്ടായി തൊലിച്ചു. അതിന് ശേഷം കുറച്ച് ബീട്രൂട്ട് കുനുകുന അരിഞ്ഞ് വെക്കുക. എന്തിനാണെന്നുള്ളത് പറഞ്ഞുതരാം. ഈ ബീട്രൂട്ടും കുറച്ച് കഴുകിയ കുരുമുളകും ഒരു പട്ടയും കുറച്ച് ഉപ്പും വിനാഗിരി ഒഴിച്ച വെള്ളം, മിക്സാക്കിയ വെള്ളം തിളപ്പിക്കുക. അത് തിളപ്പിച്ചിട്ട് എന്ത് ചെയ്യാം, അതൊരു സൈഡിൽ ചൂടാറാൻ വെക്കുക. ചൂടാറിൻ്റെ ശേഷം ആ ടൈം കൊണ്ട് എന്ത് ചെയ്യണം, ചെറിയുള്ളി തൊലിച്ചത് കഴുകി വെക്കുക, വെളുത്തുള്ളി കഴുകി വെക്കുക, നമ്മളെ ചീനമുളക് അതൊക്കെ കഴുകി വെക്കുക, ഭരണി കഴുകി തുടച്ച് ഉലർത്തി വെക്കട്ടോ. എന്നിട്ട് അതിൻ്റെ ശേഷം ഇത് കുറച്ച്, അതായത് ഫസ്റ്റ് കുറച്ച് ഉള്ളി, ശേഷം നമ്മളെ ചീനാപ്പുറങ്കോൾ, പിന്നെ കുറച്ച് വെളുത്തുള്ളി, അങ്ങനെ ലെയറായിട്ട് എന്ത് ചെയ്യുക, തട്ടായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഇതിലേക്ക് ഭരണിക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കട്ടോ. അപ്പോൾ ആ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യും, ഇത് നമ്മളെ വെള്ളം തിളച്ച വെള്ളം ഉണ്ടല്ലോ അത് ചൂടാറിയിട്ടുണ്ടാവും. അങ്ങനെ ഇതെല്ലാം മിക്സാക്കി ലാസ്റ്റ് ലെയർ ഇട്ടതിൻ്റെ ശേഷം എന്ത് ചെയ്യാം, കുറച്ച് ഉപ്പും, പാകത്തിനുള്ള ഉപ്പും, പിന്നെ എന്ത് ചെയ്യാം, വെള്ളം അത് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഈ വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചതിൻ്റെ ശേഷം വേണ്ടിയില്ല എങ്ങനെ ഒഴിക്കുക, ഫുള്ളായിട്ട് ഇതിൽ ഒഴിക്കുക. ഒഴിച്ചതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, കുറച്ച് വിനാഗിരിയും ഉപ്പും, പിന്നെ ഇതിൽ നിന്ന് പട്ടയും ബീട്രൂട്ടും ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, ആ കുരുമുളക് മാത്രം പെറുക്കിയിടുക, അതിലേക്ക് ഉപ്പും വിനാഗിരി ഒഴിക്കുക. ഉപ്പിലിട്ട എന്താണ് ചെറിയ ഉള്ളി.